ഇന്ന് നമ്മുടെ ഇപ്പം ഒരു പുതിയ അതിഥി സിതാര ശംസുദ്ദീൻ, ആൻ അക്കാഡമിക് ജീനിയസ്. സാധാരണ സ്ത്രീകൾ രംഗത്ത് വരാത്തൊരു വേദിയാണ് ഈ നിയമവേദി എന്ന് പറയുന്നത്. ആ മേഖലയിലേക്ക് സധൈര്യം കയറി വരികയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഏറ്റവും ഉയർന്ന പൊസിഷനുകളിൽ ഒന്നായ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ടെസ്റ്റ് മികച്ച രീതിയിൽ പാസ്സാകുകയും നമ്മുടെ നാടിനെ മൂവാറ്റുപുഴയ്ക്കൊക്കെ അഭിമാനമാകുകയും ചെയ്ത സിതാര ശംസുദ്ദീനാണെന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഹാർദമായി വെൽക്കുന്നു. ഇങ്ങനൊരു മേഖലയെക്കുറിച്ച്, അതായത് സാധാരണഗതിയിൽ ഒരു എന്താണ് പറയുക, സാധാരണ പെൺകുട്ടികൾ ഒരു വക്കീലാവുക അല്ലെങ്കിൽ ഒരു നിയമ മേഖലയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് ഇപ്പം ടഫായിട്ടുള്ള കാര്യമാണ്. ആ മേഖലയിൽ നമ്മൾ നോക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പുരുഷാധിപത്യമൊക്കെയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ആ മേഖലയിലേക്ക് ഇങ്ങനെ കടന്നു വരാനുണ്ടായ ഒരു മാനസികമായൊരു ഇൻസ്പിറേഷൻ എവിടെ നിന്നായിരുന്നു? ഇൻസ്പിറേഷൻ ഡെഫിനറ്റ്ലി ഫാദറിൻ്റെ അടുത്ത് തന്നെയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കരിയറിലേക്ക് തന്നെയാണ് ഞാൻ വന്നിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു മോറൽ ഇൻസ്പിറേഷൻ വാസ് ഫ്രം ഫാദർ. അത് ഫാദർ പോലീസ് സർവീസിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അങ്ങനെ വരാനുണ്ടായ ഒരു കാരണം. എന്നും അതിനകത്തേക്കൊരു താല്പര്യം കാണിച്ചിരുന്നു. ഇങ്ങനെ ഒരു മാർഗമുണ്ട്, യു ക്യാൻ ഓപ്റ്റ് ഫോർ ഇറ്റ് എന്നുള്ളൊരു സജഷൻ വച്ചതും ഫാദർ തന്നെയാണ്. ആദ്യമൊന്നും ഞാൻ അത്ര എക്സ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും വൺസ് ആഫ്റ്റർ ഗിവിങ് എൻട്രൻസ് എക്സാംസൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് കാലുകുത്തിയപ്പോൾ ഐ ന്യൂ ഓക്കെ, ദിസ് ഈസ് ഡെഫിനറ്റ്ലി വെർ ഐ ബിലോങ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഒരു ഫീൽഡിലേക്ക് ഞാൻ തിരിഞ്ഞതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പഠിക്കാൻ കയറുന്ന സമയത്ത് വളരെയധികം ഒരുപക്ഷെ നിന്നയോടുകൂടി തന്നെ നോക്കിക്കണ്ടവരുണ്ടാവാം. വക്കീലായിട്ട് പോവുക, അതും ഒരു പെൺകുട്ടി. ഇത്ര ടഫായിട്ടുള്ള നമ്മുടെ പേഴ്സണൽ ലൈഫൊക്കെ വളരെ കുറച്ച് ലിമിറ്റഡ് ആവുന്ന ഒരു മേഖലയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം വളരെ ക്ലിയർ കട്ടായിട്ട് എന്താണ് ചുരുക്കപ്പെടുന്ന ഒരു മേഖലയിലേക്ക് നമ്മുടെ ഒരുപാട് ലിമിറ്റേഷൻ്റെ ഉള്ളിലായിരിക്കാം ഇനി വരുന്ന ഒരു ജീവിതം എന്നൊക്കെ പറയും. എങ്ങനെയാ അതിനെ കാണും? അങ്ങനെയും കാണാം, അതിനെ ലിമിറ്റഡ് ആയിട്ടാണ് എന്നും കാണാം. എന്നിരുന്നാലും ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റിസ് നമ്മൾ പുറത്തേക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ടാവുന്നത് ഒരു സാധാരണക്കാരായ ഒരു ഫാമിലിയിൽ നിന്ന് ഉയർന്നു വന്ന് എനിക്കറിയാവുന്ന രീതിയിൽ സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു നീതിബോധം ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ആ നീതി നിർവഹണത്തിൽ എന്നെക്കൊണ്ടാവുന്നത് സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് പറയാനുള്ളത്. റാദർ ദാൻ എൻ്റെ ലൈഫിലെ ലിമിറ്റേഷൻസ് വരും എന്നുള്ളത് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞതിലെ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സാധാരണഗതിയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് പറയുക, അതൊരു നമ്മുടെ വിജയത്തിൽ എപ്പോഴും ഈ ഒരു കുടുംബം വല്ലാത്തൊരു സ്വാധീനം ഉണ്ടാകും. കുടുംബം എന്ന് പറയുമ്പോൾ ഐ ഷുഡ് നോട്ട് ഈവൻ സ്റ്റാർട്ട് വിത്ത് മൈ പാരൻസ്. ശരിക്കും എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ തുടങ്ങി ഞാൻ തുടങ്ങണം. ബിക്കോസ് ഈവൻ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും അവിടെ തുടങ്ങി. ഞാൻ ചെറുപ്പത്തിലേ കണ്ടു തുടങ്ങിയത് കുടുംബത്തിലെ എല്ലാവരും പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതും പഠനത്തിലേക്കും, പ്രത്യേകിച്ച് ഭാഷയുടെ കാര്യമാണെങ്കിൽ ഞാൻ പറയും എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. അന്നും ചെറുപ്പത്തിലേ തുടങ്ങി ആ ഭാഷ ഏറ്റവും വ്യക്തമായിട്ടും സ്ഫുടമായിട്ടും പറയാൻ. അതെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ മുതൽ അതെ അപ്പോൾ ഗ്രാൻഡ് ഫാദർ മുതലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ തലത്തിലേ എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എനിക്ക് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് മേ ബി അത്രയും യങ്ങർ ഏജിൽ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. പ്ലസ് എൻ്റെ ഫാദർ ഹാഡ് ഓൾവേസ് ദിസ് ഡ്രീം. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇതിനകത്തേക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടു. ഒരിക്കലും ഒരു പെൺകുട്ടിയാണെന്നുള്ളൊരു രീതിയിലുള്ളൊരു ഡിവിഷൻ എനിക്ക് അതിനകത്ത് നിന്ന് ഫീൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. സോ ഐ വാസ് ലക്കി ഇൻ ദാറ്റ് സെൻസ് ഓൾസോ. സോ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടും പിന്നെ ഈവൻ മൈ മദർ ഹാഡ് ദറ്റ് ഐഡിയ ലൈക്ക് പഠിച്ച് മുന്നേറുക എന്നുള്ളതല്ലാതെ നമ്മൾക്ക് അതിനകത്ത് ജീവിതത്തിലേക്ക് മുന്നിലേക്കൊരു റോളിൽ ഏറ്റവും നല്ലത് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്.
അങ്ങനെ ഒരു ജോലിയൊന്നും ലക്ഷ്യം കണ്ടുകൊണ്ടല്ല നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. ഉറപ്പായിട്ടും അതല്ല. മേ ബി അതായിരിക്കും ഒരു പരിധി വരെ ഞാൻ ഒരു ഇത്തിരി വൈകിയത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഐ ഓൾവേസ് വാണ്ടഡ് ടു ഗെറ്റ് മൈസെൽഫ് ഇൻ ദ ബെസ്റ്റ് പൊസിഷൻ. എൻ്റെ എഡ്യൂക്കേഷനിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് എന്ത് അറ്റൈൻ ചെയ്യാം, പുതിയത് എന്ത് പഠിക്കാമെന്നേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു പരിധി വരെ. ഒരു കരിയർ ബേസ്ഡ് ഒരു എഡ്യൂക്കേഷൻ ആയിരുന്നു എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ഫോർ നോയിങ് മോർ, അക്വയറിങ് മോർ നോളജ്. അതിലങ്ങനെ നമ്മൾ ഈ ഒരു മേഖലയിൽ എത്തിപ്പെട്ടു എന്ന്. പക്ഷെ അവിടെ വേറൊരു ചോദ്യം കൂടി, അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ സാധാരണ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഇപ്പോൾ നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, നല്ല ബ്രൈറ്റ് ആയിരുന്നു, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ എഞ്ചിനീയറിങ്ങിന് പോകാം, മെഡിസിന് പോകാം, ശരിക്കും മെഡിസിന് പോകാം, എല്ലാവരും ചെയ്യുന്ന ഒരു മേഖല. പിന്നെ സിവിൽ സർവീസിലേക്ക് നമ്മൾ പോകുന്നില്ല, അതിന് ഇനിയാണെങ്കിലും സാധ്യത വെച്ചു. എന്നാൽ പോലും ഇത്ര ഒരു ബ്രില്യൻ്റ് ആയ ഒരു കുട്ടി ഈ മെഡിസിൻ പോലെ അന്നത്തെ ഏറ്റവും എന്താണ് പീക്കായിട്ട് ആളുകൾ നോക്കുന്ന ഒരു മേഖലയിലേക്ക് ശ്രദ്ധിക്കാതെ എന്തിനാണ് ജോലിക്ക് പോയത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവും. ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് നഗ്നമായ ഒരു സത്യം ഞാൻ പറയാം. ഞാൻ കണക്കിലത്ര വലിയ ബ്രില്യൻ്റ് ഒന്നും അല്ലായിരുന്നു. കണക്ക്, മാത്സ് വാസ് നോട്ട് ഒരു വെരി പ്രിഫേർഡ് സബ്ജക്റ്റ്. മേ ബി എനിക്കൊരു സോഷ്യൽ സയൻസ് സബ്ജക്ട്സിനോടുള്ള താല്പര്യം. ആൻഡ് വൺ ഓഫ് ദി റീസൺസ് ഞാൻ +2 പഠിച്ചത് കേന്ദ്രീയ വിദ്യാലയ കടവന്ത്രയാണ്. അപ്പോൾ അവിടെ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി നോക്കിയിട്ട് അവിടെ നിന്ന് തന്നെ പ്രിഫർ ചെയ്ത് വിട്ടത് കൊമേഴ്സ് സബ്ജക്റ്റിലേക്കായിരിക്കാം. മേ ബി എൻ്റെ ഒരു പ്രാവീണ്യം അതിനകത്തേക്ക് ആയിരിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് അവിടുത്തെ പ്രിൻസിപ്പലാണ് അങ്ങനെ ഒരു ഫീൽഡിലേക്ക് തിരിച്ചു പോകുന്നത്. അല്ലെങ്കിൽ പ്രോബബിലി എല്ലാവരും എടുക്കുന്ന പോലെ ഒരു സയൻസ് മേഖലയിലേക്ക് തിരിഞ്ഞ് മേ ബി LLB എഴുതുമായിരുന്നിരിക്കാം. പക്ഷേ അങ്ങനെ തിരിഞ്ഞു പോകാനായിരിക്കാം ഒരു വിധി. പക്ഷേ I was not that bright in mathematics, I should be saying. എല്ലാവരും എല്ലാത്തിലും ഒന്നും ബ്രൈറ്റ് അല്ലല്ലോ. അത്ര ബ്രൈറ്റ് അല്ല എന്ന് തന്നെ ഞാൻ തുറന്ന് സംഭവിക്കുന്നു. പ്രാക്ടീസ് ചെയ്തു. ഞാൻ LLM ചെയ്യുമ്പോഴും ഞാൻ ടുഗെദറായിട്ട് ഞാൻ മോർണിംഗ് ആൻഡ് ഈവനിങ് ഐ വാസ് ഗോയിങ് ഫോർ ഒരു സീനിയറിൻ്റെ കീഴിൽ ഞാൻ പോയിരുന്നു. TM മുഹമ്മദ് യൂസഫ്, മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന TM മുഹമ്മദ് യൂസഫ് സാറിൻ്റെ ഓഫീസിൽ ഞാൻ ജൂനിയറായിട്ട് LLM ചെയ്യുന്ന സമയത്ത് മോർണിംഗ് ആൻഡ് ഈവനിങ് ഞാൻ പോകുമായിരുന്നു. പിന്നെ സാറ്റർഡേയ്സ് എപ്പോഴൊക്കെ സമയം കിട്ടുന്നു ഐ തിങ്ക് അതും എൻ്റെ ഒരു വൺ ഓഫ് ദ ഐ വാസ് ലൈവ്ലി അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഞാൻ ഐ ഡിഡ്ന്റ് വേസ്റ്റ് മൈ ടൈം എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഇതൊരു പേഴ്സണൽ ലൈഫ് ഇല്ലാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. വളരെ എന്താണ് വർക്കഹോളിക് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ മേഖലയിൽ നിൽക്കാൻ കഴിയൂ. ഒരു ആണിന്, ഒരു പുരുഷന് പോലും പലപ്പോഴും അവർക്ക് പോലും പരാജയം അല്ലെങ്കിൽ വേണ്ടത്ര ഇൻവോൾവ് ചെയ്യാൻ കഴിയാതെ ലീഗൽ ഫീൽഡിലെ ഒരു പ്രധാന പ്രശ്നം അത് തന്നെ. ഇത്രമാത്രം കേസുകൾ കെട്ടിക്കിടക്കുന്ന ഒരു മേഖല ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ശരിക്കും വെല്ലുവിളികളുണ്ടാവില്ല. ഡെഫിനറ്റ്ലി അതില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് അത് സ്ത്രീ എന്നുള്ള നിലയിൽ നിന്ന് മാത്രമല്ല, അല്ലാതെ തന്നെ നമ്മൾ 100% ഇടാൻ ഇല്ലെങ്കിൽ ജസ്റ്റ് ഡോണ്ട് ഗോ ഇൻ ടു എനി പ്രൊഫഷണൽ ഫീൽഡ്സ്. ബിക്കോസ് പ്രൊഫഷണൽ ഫീൽഡ്സ് ഡിമാൻഡ്സ് ദാറ്റ് 100% നമ്മുടെ വേണം. ഇല്ലെങ്കിൽ നമ്മൾ വി മൈറ്റ് ബി എനി മിയർ പേഴ്സൺ ആസ് എ പ്രൊഫഷണൽ. നമുക്ക് ആ ഡിഗ്രി ഉണ്ട് എന്നുള്ളതല്ലാതെ വി മൈറ്റ് നോട്ട് സക്സീഡ് ഇൻ ദറ്റ് ഫീൽഡ്. അപ്പോൾ യു ഷുഡ് ഡെഫിനറ്റ്ലി പുട്ട് യുവർ ബെസ്റ്റ് ദറ്റ് യു ക്യാൻ പുട്ട് ഇൻ. നമ്മൾക്കും പരിമിതികളുണ്ടാവും, നമ്മൾക്കും പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇടാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ഇടുക. അക്കാഡമിക് അല്ലാതെ ഈ പഠനത്തിൻ്റെ ഇടയിൽ മറ്റു മേഖലകളിൽ താല്പര്യമുള്ളത് കാര്യങ്ങളൊക്കെ? അക്കാഡമിക് അല്ലാന്ന് വെച്ചാൽ സ്കൂൾ ടൈമിലൊക്കെ ഡെഫിനറ്റ്ലി പാട്ട്, ഡാൻസ് മുതലായ എല്ലാത്തിലും ഇൻവോൾവ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് ഐറ്റംസ്, സോളോ എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഭയങ്കരമായ പ്രൈസുകളൊന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം പ്രൈസുകളൊക്കെ ലഭിച്ചിട്ടുള്ളതാണ്. പിന്നെ കോളേജ് ലെവലിലെത്തിയപ്പോൾ അത്ര ഒരു ആർട്ട് മേഖലയിലേക്ക് ഞാൻ തിരിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിനകത്ത് അക്കാഡമിക്കലി ഞങ്ങൾക്ക് മൂഡ് കോർട്സ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടായിരുന്നു. ഇതുപോലെ ആർഗ്യുമെൻറ്റ് വേറെ കോളേജുകളിൽ പോയി നമുക്കൊരു എക്സ്പോഷറിൻ്റെ അതുപോലെ ഒരു 7-8 മൂഡ് കോർട്ടുകളിൽ ഓൾ അറൗണ്ട് ഇന്ത്യ ഐ കുഡ് ഗോ ആൻഡ് പാർട്ടിസിപ്പേറ്റ്. ഞാനൊരു പ്രാവശ്യം ഞാൻ വിന്നറായിരുന്നു.
ക്യുസാറ്റിൽ നടന്നിരുന്ന ഒരെണ്ണത്തിൽ നാഷണൽ ലോ കോളേജസിൻ്റെ ഇൻ്റർ കോളേജിയറ്റ് കോമ്പറ്റീഷനിൽ വിന്നറായിരുന്നു ഒരു ബെസ്റ്റ് ടീം അവാർഡായിട്ട്. അതായിരുന്നു അന്ന്, ബിക്കോസ് അത്രയും ഇതുമല്ലായിരുന്നു. മൂട്ടിന് പോവുക എന്ന് പറയുന്നത് പോലും അത്രയൊരു എന്താ മേ ബി ഒരു നാഷണൽ ലോ സ്കൂൾ ലെവൽ കുട്ടികളാണ് അത് അച്ചീവ് ചെയ്തിരുന്നത്. ബാക്ക്ഗ്രൗണ്ടും ട്രെയിനിങ്ങും ഉണ്ട്. അപ്പം നമ്മളെ കോളേജ് എന്ന് പറഞ്ഞാൽ കോളേജ് മോശമല്ലെങ്കിൽ പോലും സൗകര്യങ്ങളിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിൽ നിന്നും പോയി അച്ചീവ് ചെയ്തതാണ്. ഇറ്റ് വാസ് അന്നേരം ഒരു വെൽ നോട്ടഡ് അച്ചീവ്മെൻ്റ് ആയിട്ട് കണക്കാക്കിയിരുന്നു. ഈ സ്ത്രീകൾ നമ്മുടെ ഒരു വരുന്ന കാലത്തെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരാളെ നമ്മൾ IAS കാരിയായിട്ടുള്ള IPS കാരിയായിട്ടുള്ള സ്ത്രീകളൊക്കെ നമുക്ക് ഇങ്ങനെ മുമ്പിലോട്ട് വഹിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. പക്ഷെ പൊതുവെ നമ്മുടെ സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് സ്ത്രീകൾ കടന്നു വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അവരുടെ അവകാശങ്ങളുടെ കാര്യത്തിൽ മറ്റേ സോഷ്യൽ ലൈഫിലെ സ്റ്റാറ്റസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലൊക്കെ അവർ പിന്നോട്ട് പോകുന്നതിന് സാമൂഹ്യപരമായ പല കാരണങ്ങളുണ്ട്. അപ്പൊ അവരോട് വിജയിച്ചു നിൽക്കുന്ന ആളുകൾ വേറിട്ട് നിൽക്കുകയല്ല, അവരെ കൂടി നമ്മളൊപ്പം ഉയരണമെന്നുള്ള ഒരു മെസ്സേജ് കൂടി നമുക്ക്. എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. ആ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വെറുതെ ഉള്ള ഒരു കാര്യമല്ല. എഡ്യൂക്കേറ്റ് ചെയ്യുക, യു ഗെറ്റ് മോർ നോളജ്, യു ഗെറ്റ് മോർ എക്സ്പോഷർ, ദെൻ യു അണ്ടർസ്റ്റാൻഡ് എന്താണ് വാട്ട് യു ലാക്കിങ് എന്നുള്ളത്. യു വിൽ നോട്ട് ഡെഫിനറ്റ്ലി ഗോ നമ്മൾ ഒരാൾ അടിച്ചമർത്തപ്പെടുകയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ എഡ്യൂക്കേഷൻ വേണം. അല്ലെങ്കിൽ യു മൈറ്റ് തിങ്ക് ദിസ് ഇസ് വാട്ട് വി ആർ സപ്പോസ് ടു ഡു, ദിസ് ഇസ് വാട്ട് യു ആർ സപ്പോസ് ടു ഡു, ദിസ് ഇസ് നോട്ട് വാട്ട് യു ആർ സപ്പോസ് ടു ഡു. ഇതല്ല നമ്മൾ ഉദ്ദേശം. നമ്മൾക്ക് പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാം, പക്ഷെ നമ്മൾക്ക് ഇതേ പറ്റുള്ളൂ എന്ന് പലരും പറഞ്ഞ് പഠിപ്പിച്ചതിൽ നിന്ന് നമുക്ക് മാറണമെങ്കിൽ എഡ്യൂക്കേഷനെ അത് ക്ലിയർ ചെയ്ത് പോരാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു എഡ്യൂക്കേറ്റ് യുവർ കിഡ്സ്. ആരാണെങ്കിലും, ബീറ്റ് എ ഗേൾ, ബീറ്റ് എ ബോയ്, ദർ ഇസ് നോ ഡിഫറൻസ്. ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളായിരിക്കണം ഒരു നീതി പാലകൻ എന്നുള്ള ഒരു ധാരണയൊക്കെയുണ്ടോ? സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾക്ക് സമൂഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാൽ വി ഷുഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ എനിബഡി, വി ഷുഡ് ബി ഇംപാർഷ്യൽ. അത് വേറൊരു കാര്യം എന്ന് വിചാരിച്ച് സമൂഹത്തിൽ നടക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കാതെ ഇരുന്നിട്ട് ഒരു നീതിപാലകൻ അത്രയും കേർട്ടൻ ഡ്രൈ ആയി മാറിയിരുന്നിട്ടൊന്നും നീതി സെർവ് ചെയ്യാൻ പറ്റത്തില്ല പ്രോപ്പർലി. നീതിപാലകന് ഒബ്വിയസ്ലി ബാക്കിയുള്ള ബാഹ്യമായ ഇൻഫ്ലുവൻസസിൽ നിന്ന് മാറി നിൽക്കണം. അല്ലാതെ സോഷ്യൽ ബീയിങ് ആണ്, ഡെഫിനറ്റ്ലി സോഷ്യൽ ബീയിങ് ആണ്. ഉണ്ട് ധാരാളമായ പ്രതിബദ്ധതയുണ്ട്. ധാരാളമായ പ്രതിബദ്ധതയുടെ ഭാഗമായി മാത്രമേ ഒരു നീതിപാലകന് നീതി സെർവ് ചെയ്യാൻ പറ്റുള്ളൂ പ്രോപ്പർലി. അതില് നമ്മൾ പരിഗണന കൊടുക്കേണ്ട ഒരു സമൂഹം കൂടി ഉണ്ട്. അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇതിൽ വരികയും ചെയ്യുന്നുണ്ട്. ഒരു കമ്മിങ് ജനറേഷനോട് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് എന്താണ് നമുക്ക് അവരുടെ പറയാനുള്ളത്? നമ്പർ 1, ഞാൻ ആദ്യമേ തുടങ്ങി മേ ബി ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ. ഗെറ്റ് യുവർ സെൽഫ് എഡ്യൂക്കേറ്റഡ് ഫസ്റ്റ്, നോ യുവർ റൈറ്റ്സ്. ബിക്കോസ് എഡ്യൂക്കേഷൻ തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുകയുള്ളൂ. എഡ്യൂക്കേഷൻ അത് എത്ര നിർബന്ധം പഠിച്ചാലും നമ്മൾക്ക് എഡ്യൂക്കേഷൻ വേണമെന്ന് വിചാരിച്ചാലും നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പരമാവധി നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാവുന്ന ഹൈറ്റ്സിൽ നിങ്ങൾ എത്തുക. രണ്ടാമത്തെ കാര്യം, ലൈഫ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ലൈഫ് ഡസൻറ്റ് എൻഡ് എനിവെയർ. ലൈക്ക് ഒരു പുതിയ ബിഗിനിങ്സോ ഒന്നും ഒരു എൻഡല്ല ഒന്നിനും. ഈവൻ മാരേജ് ആണെങ്കിലും, ഈവൻ ഹാവിങ് കിഡ്സ് ആണെങ്കിലും, ദിസ് ഈസ് നോട്ട് എൻ എൻഡ് ഇൻ എനിവെയർ. You can always strive till the end of your life. Nothing is going to put a hurdle in your life. അപ്പം ആ ഹേർഡിൽസ് എല്ലാം നമ്മൾ തന്നെ തട്ടി മാറ്റണമെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. ഫോർ വിച്ച് ഞാൻ പറയുന്നു, ഓൾ പാരൻസ് ഷുഡ് ഗെറ്റ് ദെയർ ചിൽഡ്രൻ എഡ്യൂക്കേറ്റഡ്. ഈ പറഞ്ഞതിലൊരു വലിയൊരു കാര്യമുണ്ട്. സാധാരണ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ പോലും വിവാഹത്തോട് കൂടിയിട്ട് അവരുടെ ലൈഫ് വളരെ പെട്ടെന്ന് ടേണ്ടായിട്ട് മാറിപ്പോകുന്ന ഒരു അവസ്ഥ. എങ്ങനെ അത് അതിജീവിക്കാൻ കഴിയും? ഐ ഡോണ്ട് തിങ്ക്. എന്നിരുന്നാൽ പോലും ബിക്കോസ് നമ്പർ 1 ഇസ് യു ഹാവ് ടു. നമ്മൾക്കെപ്പോഴും ഈവൻ അബ്ദുൽ കലാം പറയുന്നത് നമ്മളുടെ ഡിസയറാണ് നമ്പർ 1.
നമ്മുടെ ഡിസയർ ഇല്ലെങ്കിൽ നമുക്ക് ആ ഡിസയർ എൻഡായി പോകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ മേ ബി വി തിങ്ക് ദറ്റ് ദിസ് ഇസ് ഓൾ വാട്ട് വി ആർ സപ്പോസ് ടു ഡു. നോ, ദിസ് ഇസ് നോട്ട് വാട്ട് വി ആർ സപ്പോസ് ടു ഡു. ഇതല്ല, ഇതിന് മുകളിലേക്ക് നമ്മൾ ചെയ്യാനുണ്ട് എന്നുള്ള ബോധം നമ്മളിൽ തന്നെ ആദ്യം നമ്മൾ ഉണ്ടാക്കുക. അത് ഒരു പക്ഷേ പാരൻസിന് തരാൻ കഴിയുന്നവർക്ക് അവർ ഭാഗ്യവാന്മാർ, തരാൻ കഴിയാത്തവർ അവർ സ്വയമായിട്ടത് അവബോധം ഉണ്ടാക്കിയെടുക്കുക. ഇത് മാത്രമല്ല, ലൈഫിൽ മാരേജോ അല്ലെങ്കിൽ വേറെ പല സ്റ്റേജസ് ഓഫ് ലൈഫ് ദാറ്റ് ഈസ് യൂഷ്വലി സീൻ. അത് മാത്രമല്ല ലൈഫ് യു ക്യാൻ അറ്റെയിൻ മച്ച് മോർ. ഞാൻ പറയുന്നു ഇപ്പോൾ ഒരു അക്കാഡമിക് ഫീൽഡിലേക്ക് തിരിയണം എന്നുള്ളതൊരു നിർബന്ധമൊന്നുമല്ല. യു ക്യാൻ എക്സൽ ഇൻ എനി ഫീൽഡ്. ആർട്ട് ആവാം, സ്പോർട്സ് ആവാം, വാട്ട് എവർ ഫീൽഡ് ദാറ്റ് യു പ്രിഫർ, അതിനു വേണ്ടി നമ്മൾ തന്നെ സ്ട്രൈവ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പലരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര ബുദ്ധിയില്ല അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല. ഡെഫിനറ്റ്ലി ദെൻ ഐ ഷുഡ് സേ എനിക്ക് അത്ര ബുദ്ധിയില്ല. Because I was a normal average person only. You can ask anybody. പൊതുവെ സമൂഹം കാണുന്ന അങ്ങനെയാണ്. ഇത് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ടെസ്റ്റ് ഞാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറൊരു സാധാരണ താഴെ ഉള്ള ഒരു ടെസ്റ്റിനപ്പുറത്തേക്ക് ആളുകൾ ഇതിൽ തൊടാൻ ഭയക്കുന്നു. മേ ബി ഒരു പരിധി വരെ ഞാൻ ചെയ്തത് PSCയുടെ താഴേക്കിടയിലേക്കുള്ള ടെസ്റ്റുകളൊന്നും ഞാൻ എഴുതിയില്ല. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ എന്നെ തന്നെ താഴ്ത്തി കെട്ടിയില്ല എന്ന് വേണമെങ്കിൽ ഒരു പരിധി വരെ പറയാം. ഞാൻ ഐ ജസ്റ്റ് ക്വിറ്റ്. അത് വേണ്ട, അതിലേക്ക് നോക്കിയിട്ട് എനിക്ക് വേണ്ട എന്ന് വിചാരിച്ച്, അത് ഞാനൊരു തെറ്റായിട്ട് പറയുന്നല്ല, അത് ഇഷ്ടമുള്ളവർക്ക് അത് ഒബ്വിയസ്ലി അതായിരിക്കാം ഫോർവേഡ്. എന്നെ സംബന്ധിച്ച് മേ ബി ഞാൻ ഒരു പ്രാവശ്യം ഒരു ടെസ്റ്റ് എഴുതി എന്നുള്ളതല്ലാതെ ഐ തോട്ട് നോ, എൻ്റെ ഫീൽഡിലുള്ള ടെസ്റ്റുകൾ വിച്ച് വേറെ എനിക്ക് ഇതിലും ഫർദർ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളെ എഴുതുള്ളൂ എന്ന് ഞാൻ ഒരു സ്റ്റേജിൽ പലരും ചോദിച്ചു, വൈ കുഡൻറ്റ് യു അത് അറ്റൻഡ് ചെയ്തുകൂടെ? നോ, ഐ ഡോണ്ട് വോണ്ട് ടു. വേണ്ട എന്ന് തന്നെ വിചാരിച്ചു. നമ്മൾ ഹൈറ്റ്സിലോട്ട് ചിന്തിക്കുമ്പോഴേ ലൈക്ക് ഇഫ് യു തിങ്ക് അബൌട്ട് ദ സ്കൈ ആണ് അതിൻ്റെ തൊട്ട് താഴെ എത്തുള്ളൂ എന്ന് പറയുന്നത് വെരി ട്രൂ. അത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കാം, പറയുമ്പോൾ പലരും വിചാരിക്കും നോ, പക്ഷെ അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഇഫ് യു തിങ്ക് അബൌട്ട് മേ ബി ബിക്കമിങ് എ സുപ്രീം കോർട്ട് ജഡ്ജ് യു വിൽ ബിക്കം അറ്റ്ലീസ്റ്റ് എ മുനിസിപ്പൽ മാജിസ്ട്രേറ്റ്. ദാറ്റ് ഇസ് എ തിങ്. അത്രയേ ഉള്ളൂ. ശരിക്കും ഇതിൻ്റെ ഒരു ബാർ എന്ന് പറയുന്നത് ഈ ഇന്റലിജൻസ് നമ്മുടെ അവസരങ്ങൾക്ക് അല്ലെങ്കിൽ വിജയത്തിന്റെ ഒരു ബാർ. നെവർ. ഇറ്റ് ഈസ് ഹാർഡ് വർക്ക്. It is hard work and continuous work. Nothing else. Pure sheer hard work. Anybody can. It is not your intelligence. Intelligent ആയിട്ടുള്ളവരാണ് പലരും വീട്ടിലിരിക്കുന്നത്. ഇത് തന്നെ ഇത് പറയുക എന്നുള്ളതാണ് പ്രധാനമായ ഒരു ഇൻസ്പിറേഷൻ. കാരണം വലിയ ബുദ്ധിയുള്ളവരൊന്നും പല എന്താ പറയുക ജീവിതത്തിൽ പരാജയപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് പറയുക എന്നുള്ളതാണ് പ്രധാനമായ ഒരു എന്താ പറയുക ഇൻസ്പിറേഷൻ. കാരണം വലിയ ബുദ്ധിയുള്ളവരൊന്നും പല എന്താ പറയുക ജീവിതത്തിൽ പരാജയപ്പെടുന്നുണ്ട്. എന്നാൽ അത്ര ബുദ്ധിയില്ലാത്ത ആളുകൾ പലരും ഓട്ടത്തിൽ ആദ്യകാലത്ത് പരാജയപ്പെട്ടവർ ശേഷം മുൻനിരയിലേക്ക് വരികയും ചെയ്യുന്നു. അതോടൊപ്പം ഇനി ഭാവിയിലേക്ക് വന്ന് സിവിൽ സർവീസ് എഴുതാവുന്നതാണ്. എനിക്ക് തോന്നുന്നു അതിനുള്ളൊരു കാലിബറൊക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന ജോലി ഇതൊക്കെ ഒരു സാധാരണഗതിയിൽ ഒരു ആഗ്രഹമായിരിക്കും. രണ്ട് കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു LLB-യിലേക്ക് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ മേ ബി ദാറ്റ് വാസ് എ ജംഗ്ഷൻ ദാറ്റ് ഐ ലെഫ്റ്റ് സിവിൽ സർവീസ് എന്നുള്ളൊരു ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് ഈവൻ ആഫ്റ്റർ റിട്ടയർമെന്റ് എനിക്ക് ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു ഡെഫിനറ്റീവ് ഐഡിയ എനിക്ക് ഉള്ളത് കൊണ്ടും അതിന്റെ ലെവൽ ഓഫ് ചേഞ്ച് എനിക്ക് മനസ്സിലായതുകൊണ്ടുമായിരിക്കാം മേ ബി ഐ ലെഫ്റ്റ് ദാറ്റ് ഡ്രീം അറ്റ് ദാറ്റ് ജംഗ്ഷൻ. ഇപ്പോൾ എനിക്ക് സിവിൽ സർവീസ് എന്നുള്ളൊരു ഡ്രീം ഇല്ല. Not saying that that is a bad profession. Obviously that definitely has got its own stage. ഇത് എനിക്ക് പറ്റിയ പണിയല്ല എന്നൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഫീൽഡിൽ നിൽക്കില്ല. അത് പറ്റിയ പണിയല്ല എന്നല്ല, എല്ലാ ഫീൽഡിലും അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയും ഒരു ആഫ്റ്റർ മാരേജ് ആൻഡ് ബിഫോർ മാരേജ് അതിനകത്തും ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ സ്ട്രൈവ് ചെയ്ത് നമ്മൾക്കിത് വേണമെന്ന് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഏത് ഫീൽഡിലും നിൽക്കാൻ പറ്റുള്ളൂ. ഈവൻ വാട്ട് അബൌട്ട് ദ പ്രൊഫഷൻ ഓഫ് അവർ ഡോക്ടർ, ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ഇറ്റ്സ് നോട്ട് എൻ ഈസി പ്രൊഫഷൻ. പക്ഷേ if you want to stay there you have to suffer all these, and you're not just becoming a doctor. It's not that easy going by car, coming by car. ഇതൊന്നും അല്ല അതിനകത്ത്. നമുക്കറിയാം അതിനകത്ത് ഒരു നേഴ്സിനെ പോലെയുള്ള തന്നെ ബുദ്ധിമുട്ടുകൾ ഒരു ഡോക്ടർക്കും ഉണ്ട്. അത് അവർക്ക് സഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതർവൈസ് യു വിൽ സിറ്റ് അറ്റ് ഹോം. പറ്റൂ. ഈ പഠനത്തിന്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ടെക്നിക്ക് എന്ന് പറയാനൊന്നും ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പഠിച്ച മാർഗം എന്ന് വിചാരിച്ചാൽ ബെയർ ആക്റ്റുകളാണ് കൂടുതൽ ബേസ് ചെയ്തത്.
വേറെ ആക്റ്റും പിന്നെ കേസ് ലോകളും പിന്നെ അത്യാവശ്യത്തിന് ചില കമൻട്രീസ് എന്നൊന്നും ഞാൻ പറയത്തില്ല, കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ഒരു സപ്പോർട്ടിന്. ബിക്കോസ് കമൻട്രീസ് ഒന്നും വായിച്ചിരിക്കാനുള്ളൊരു ഗ്യാപ്പ് ഒരു എക്സാം സേക്കിന് കിട്ടത്തില്ല. അപ്പം ബെയർ ആക്ട് കുറച്ചും കൂടെ ബേസ് ചെയ്യുക, ബെയർ ആക്ട് കുറച്ചുകൂടെ തറോ ആയിട്ട് നോക്കുക എന്നുള്ളത്. ആക്ട് ആസ് സച്ച് വാട്ട് ഡസ് ദ ലോ സ്റ്റേറ്റ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഒരു ടെക്നിക്കോ ടിപ്പോ ആയിട്ടൊന്നും എനിക്കറിയില്ല. മേക്ക് യുവർ ഓൺ നോട്ട്സ് ഇഫ് യു വോണ്ട് ടു. ബിക്കോസ് വേറൊരാളുടെ നോട്ട് നമ്മുടെ കയ്യിൽ കിട്ടി പഠിക്കുന്നതിലും ഒബ്വിയസ്ലി അതിനകത്ത് ചിലപ്പോൾ ടിപ്സ് ആൻഡ് ടെക്നിക്സ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് ഉണ്ടാവാം. പക്ഷേ എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് യു ഹാവ് ടു അപ്ലൈ യുവർ മൈൻഡ്, അതർവൈസ് ഇറ്റ് മൈറ്റ് നോട്ട് രജിസ്റ്റർ ഇൻ യുവർ മൈൻഡ്. വേറൊരാൾ വർക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാധനം ഇസ് ലൈക്ക് എ ച്യൂഡ് പ്രോഡക്റ്റ്. ദാറ്റ് മൈറ്റ് നോട്ട് രജിസ്റ്റർ ഇൻ ടു യുവർ ഹെഡ്. അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു വർക്ക് യുവർ സെൽഫ്. ഫ്യൂച്ചറിൽ ഇതൊരു കുറച്ച് എന്ത് പറഞ്ഞാലും ഇതൊരു സെലിബ്രിറ്റി പൊസിഷൻ തന്നെയാണ്. ഭാവിയിൽ ഈ സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഡെഫിനറ്റ്ലി. അത് ബിക്കോസ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ഇതിനകത്ത് സിംപ്ലിസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനേ പറ്റത്തില്ല. ആ വിനയം എന്നും ഇല്ലെങ്കിൽ ഒരു പക്ഷേ അതെൻ്റെ കരിയറിനെയും എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. വിനയം തന്നെയാണ് ഏതൊരു മനുഷ്യൻ്റെയും ആവശ്യമുള്ള ഘടകം. വിനയമില്ലാതെ നമ്മൾക്ക് ഒന്നും ചെയ്തിട്ടും കാര്യമില്ല ഇതിനകത്ത്. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ വേറെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഈ ഫീൽഡിൽ നിന്നാൽ തന്നെ നമ്മുടെ കരിയർ സർവീസ് നല്ലതാണെങ്കിൽ, നമ്മുടെ മെറിറ്റോറിയസ് ആണെങ്കിൽ നമ്മൾക്ക് എൻ്റെ സർവീസ് അനുസരിച്ച് ഐ ക്യാൻ ഡെഫിനറ്റ്ലി yield for better heights in the hierarchical system. I hope you know ആ hierarchical സിസ്റ്റത്തിലേക്ക് കയറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അൺലെസ് ദർ ഇസ് ഗോഡ് പെർമിറ്റ്സ്, വേറെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് കയറേണ്ടതാണ്, വേറെ യാതൊരു കുഴപ്പമില്ലെങ്കിൽ. ദെൻ ആസ് അഗെയിൻ ഐ സെഡ്, ദിസ് ഡസൻറ്റ് സ്റ്റോപ്പ് ഹിയർ. യു ഹാവ് ടു വർക്ക് ഹാർഡ്. സോ ഐ ഹാവ് ടു കീപ്പ് ഓൺ വർക്കിംഗ് ഹാർഡ്. Each day I have to put my effort. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് പൊസിഷനിൽ എത്താമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമുക്കൊരു ഇൻസ്പിറേറ്റീവ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ ലീഗൽ ഫീൽഡിൽ ഇൻസ്പിറേറ്റീവ് മീൻസ് കഡ്ജ് പോലെ ഒരുപാട് പേര് ഇങ്ങനെ നമ്മുടെ എന്ന് വെച്ചാൽ അത്തരത്തിൽ ആരെങ്കിലും നമുക്ക് പറയാൻ പറ്റും? ഞാൻ അങ്ങനെ വലിയ വലിയ മഹാന്മാരുടെ പേരുകൾ ഡെഫിനറ്റ്ലി അവരൊക്കെ ദേ ആർ ഡെഫിനറ്റ്ലി ദേർ. ഐ ഡോണ്ട് സേ ദാറ്റ് അവരെയൊക്കെ കണ്ടിട്ടാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ സീനിയർ ഒബ്വിയസ്ലി ഹി വാസ് എ റോൾ മോഡൽ ടു മീ. എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന സീനിയേഴ്സ് എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ അവിടെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഈസ് അബൌവ് 62 or something. Even at that point of time, the amount of effort that he puts in for a case, അത് നമ്മൾ കാണുമ്പോൾ we should understand that being so young, I am supposed to work more harder than him. He might have like ഒരു സ്റ്റേജ് ഓഫ് ലൈഫ് കഴിഞ്ഞു, ആൾക്ക് ഇനി അതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, ആളുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞതാണ്. ബട്ട് സ്റ്റിൽ at that point of time, even at that point of time, he is working that hard. So being that young, being new to the profession, ഞാൻ അതിലും വർക്ക് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി തന്നത് മേ ബി എൻ്റെ സീനിയറാണ്. നമ്മുടെ ഒപ്പം നടക്കുന്ന ആളുകൾ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്, മോഡലുകളും ഉണ്ട്. ആളുകളെ പോകണമെന്ന് നിർബന്ധമില്ല, അവർ ഉണ്ട്. ഡെഫിനറ്റ്ലി അവരുടെ ഐഡിയൽസും ഒക്കെ അവിടെ കിടപ്പുണ്ട്. പക്ഷെ യുനോ ദീസ് പീപ്പിൾ ദാറ്റ് ഹൂ വി സീ അറൗണ്ട് ഹാസ് അവരവരുടെ ഒരു എന്താ പറഞ്ഞത്, അവരുടെ ലൈഫും ഇതുപോലെ മേ ബി നമ്മൾക്കിപ്പോൾ കഡ്ജു അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെയൊന്നും ഡെഫിനറ്റ്ലി നമ്മളൊരു ബുക്കിലൂടെ വായിച്ചു. നോ, വി ആർ സീയിങ് ദീസ് പീപ്പിൾ, ലൈക്ക് വി ആർ ഹിയറിങ് അബൌട്ട് ദെം ഇൻ ആർ റിയൽ ലൈഫ്. അപ്പം ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ്. അതിൽ കൂടുതൽ നമുക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് കാണുമ്പോൾ അതാണ് നമ്മൾ ബെസ്റ്റായിട്ട് എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ജീവിതം എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ഇത്രയും വലിയ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് വായിക്കാനുണ്ട്, ഹോംവർക്കുകളുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഈ ലീഗൽ എന്താണ് ഫ്രെയിമിന്റെ ഉള്ളിൽ മാത്രമായിട്ട് തന്നെയാണ് പോകുന്നത്, അത് അല്ലാതെ എന്തെങ്കിലും വായിക്കാറ് അങ്ങനെ? ഞാൻ ഐ ആം എ പേഴ്സൺ ഹു റീഡ്സ് ബുക്സ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഇതിന്റെ അകത്തേക്കൊന്ന് വന്നപ്പോൾ ഒരു ഇത്തിരി ലൈക്ക് ഞാൻ പറയാലോ ഫാമിലി ഇതൊക്കെ ആയപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിലും, ബട്ട് whenever I get time ഞാൻ
പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അത് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അത് നോട്ട് ഡെഫിനറ്റ്ലി ഭയങ്കര ഫിലോസഫിക്കൽ ഓർ ഞാനെല്ലാം ഫിക്ഷൻ വായിക്കാറുണ്ട്. എല്ലാ രീതിയിലുള്ള പുസ്തകങ്ങളും വായിക്കും. മലയാളമൊക്കെ വായനയുണ്ട്. വളരെ മലയാളത്തിലും ഞാൻ പറയാം, ഒരു പരിധി വരെയേ ഉള്ളൂ എനിക്ക് മലയാളം വായന. മലയാളത്തിലും ഞാൻ കൂടുതൽ ഇംഗ്ലീഷ് ബുക്കുകളായിരുന്നു പ്രിഫർ ചെയ്യുന്നത്. അത് മലയാളത്തോടുള്ള ഇഷ്ടക്കുറവ് മൂലമൊന്നുമല്ല, മേ ബി അത് ആ ലാംഗ്വേജിനോടുള്ള ഒരു അട്രാക്ഷൻ മൂലമായിരിക്കാം. പാട്ട് കേൾക്കാറുണ്ട്. എല്ലാം ഇനി ഡെഫിനറ്റ്ലി പാട്ടൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും അവോയ്ഡ് ചെയ്ത് യു ഡോണ്ട് ഹാവ് എൻ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ആസ് ഞാൻ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഐ ജസ്റ്റ് റീഡ് ലോ ബുക്സ്. മനുഷ്യൻ തന്നെയായിരിക്കും. ഹ്യൂമൻ ബീങ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ നമ്മളുടെ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് വർക്ക് ചെയ്യാനുള്ള കാര്യം നമുക്ക് വർക്ക് ചെയ്യാതെ പറ്റത്തില്ല. അത് നമ്മൾ ചെയ്യാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ബാക്കിയുള്ള സോഷ്യൽ ലൈഫ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ട യാതൊരു കാര്യം. മേ ബി ദർ ആർ ലിമിറ്റേഷൻസ് ഇൻ ദ സെൻസ് നമുക്ക് ഒരു പരിധി കൂടുതൽ ഒരാളായിട്ടുള്ള അറ്റാച്ച്മെന്റിന്റെ ആ സോഷ്യലൈസിങ്ങിന്റെ ഒരു പരിധി ചിലപ്പോൾ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിരിക്കാം. പക്ഷെ അതർവൈസ് നോ, അത് എവറിത്തിങ് റിമെയിൻസ് സെയിം. യു ആർ എ ഷ്യൂർ ഹ്യൂമൻ ബീങ്. യു ക്യാൻ സിംഗ്, യു ക്യാൻ ഡാൻസ്, ഡിപ്പെൻഡ്സ് ഓൺ whatever wish you have to do. You can paint. നിലവിലുള്ള ഈ മേഖലയിലുള്ള അല്ലെങ്കിൽ വരാൻ പോകുന്ന പെൺകുട്ടികൾ ലീഗൽ മേഖലയിലൊക്കെ പിന്നെ ഇതിന് പരിശീലനം നേടുന്ന ആളുകൾ, നമ്മൾ കുറച്ചും കൂടെ മാറിയ സബ്ജക്റ്റാണ്, അവരോടൊക്കെയുള്ള ഒരു നമുക്ക് പറയാനുള്ളത് അവരോടും പറയാനുള്ളത് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യാതെ ഇതിനകത്ത് ഷോർട്ട് കട്ട് ഇല്ല, നോ ഷോർട്ട് കട്ട്സ്. ബിക്കോസ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോൾ ഏത് എക്സാം എഴുതിയാലും എല്ലാവർക്കും കിട്ടേണ്ടതാണ്. അത് കിട്ടാത്തതിൻ്റെ ഒറ്റ കാര്യം യു നോട്ട് പുട്ടിങ് യുവർ 100% ഓർ സംബഡി എൽസ് ഇസ് പുട്ടിങ് ദ 101%. സോ ഇതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കിട്ടാത്തത്. അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ബിക്കോസ് നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടോ നിങ്ങൾ പഠിച്ചത് നമ്മൾ പഠിച്ചതായിട്ട് ഡിഫറെൻ്റ് ആയതുകൊണ്ടോ, ഇതൊന്നുമല്ല. ഇംഗ്ലീഷ് അറിയില്ലാത്ത അത് വലിയൊരു പരാജയമാണെന്ന് എല്ലാവരുടെ ഒരു പൊതുവെയുള്ള ഒരു വിചാരം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തോറ്റു പോകുന്നു എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ലീഗൽ ഫീൽഡിലാണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഫീൽഡ് ആണ് ആൾ. അപ്പോൾ അതെങ്ങനെയാണ്, അത് നേരാണോ? അത് നേരാണ് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ലോവർ കോർട്ടിലാണെങ്കിൽ സാധാരണഗതിയിൽ, ഹൈക്കോർട്ടിൽ വിടൂ, ലോവർ കോർട്ടിലാണെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് അത്ര കണ്ട് പ്രാവീണ്യമുള്ള ഒരാളൊന്നുമല്ല. പിന്നെ ഒരാൾക്ക് കുറച്ച് നാൾ ഒരു സംഭവം കേട്ട് കഴിയുമ്പോൾ യു ഡെഫിനറ്റ്ലി ഗെറ്റ് ഇൻ ടു ദാറ്റ് തിങ് ഓൾസോ. ലോവർ കോടതിയിൽ മലയാളത്തിൽ തന്നെ നല്ലോണം ആർഗ്യൂ ചെയ്യുന്നവരുണ്ട്, മലയാളത്തിൽ തന്നെ പറയുന്നവരുണ്ട്. ഇനി ഈ പറഞ്ഞ അത്രയും ഒന്നും ആർഗ്യുമെൻസും നമ്മുടെ സിനിമയിൽ കാണുന്ന പോലെയല്ലല്ലോ റിയൽ ലൈഫ് കോടതി എന്ന് പറഞ്ഞാൽ. യു ഹാവ് ടു എക്സ്പ്രസ് വാട്ട് യു നോ. ഇത്ര ഒരു ടെസ്റ്റിന് വരുമ്പോഴോ, ഇത്ര ഒരു എന്താണ് കോമ്പറ്റീറ്റീവ് എക്സാമിൽ വരുമ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഇൻ ഇംഗ്ലീഷ് അതില്ല എങ്കിൽ ഡെഫിനറ്റ്ലി വേണമെന്നില്ല. പക്ഷെ യു ക്യാൻ ഓൾവേസ് സ്ട്രൈവ് ടു അച്ചീവ് ദാറ്റ് ഗുഡ് ലാംഗ്വേജ്, കമാൻഡ് ഓവർ ലാംഗ്വേജ്, ബിക്കോസ് അതെപ്പോഴും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അതുകൊണ്ട് മാത്രം you will not clear the exam, that I can assure you. ഒരു ലാംഗ്വേജിൽ ബേസ് ചെയ്ത് മാത്രം ഈ എക്സാം എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ you will not clear the exam. You have to know law, you have to know the procedure clearly, otherwise you will not clear. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ലാംഗ്വേജ് എന്നുള്ളൊരു ബാരിയറും ഇതും നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബാരിയർ. ഇഫ് യു വോണ്ട് ടു കം ഔട്ട് ഓഫ് ഇറ്റ്, യു ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. ഇപ്പോൾ ഈ എക്സാമിൻ്റെ സമയത്ത് നമുക്കൊരു പേപ്പർ തന്നെ ഉണ്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ. ആ ഇംഗ്ലീഷ് പേപ്പറിന് യു ഡോണ്ട് ഹാവ് ടു ബി ഭയങ്കര എക്സ്ട്രാ ബ്രില്യൻറ്റ്. പക്ഷേ അതിനകത്ത് എന്ത് ക്വസ്റ്റ്യൻസ് വരുന്നു, അതെങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നു, അതിന് വേണ്ടിയിട്ട് യു ഹാവ് ടു വർക്ക്. അല്ലാതെ അത് ഇംഗ്ലീഷാണ്, ഓക്കെ ഇറ്റ്സ് എ ലാംഗ്വേജ്, അത് എന്തെങ്കിലും എഴുതി വെച്ചാൽ മതിയല്ലോ, അങ്ങനെ ചിന്തിച്ചാൽ യു ആർ ഔട്ട് ഓഫ് ദി ഗെയിം. യു ഹാവ് ടു ഈവൻ വർക്ക് ഫോർ ദ ലാംഗ്വേജ് ടു. അപ്പോൾ ഞാൻ പറയുന്നത് ആ ലാംഗ്വേജിന് വേണ്ടി നമ്മൾ നാച്ചുറലി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തും പ്രാവീണ്യമുള്ളവരാവുന്നു. അല്ലാതെ ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ ആദ്യമേ മറ്റേ അമേരിക്കൻ ഇംഗ്ലീഷ് അറിഞ്ഞതുകൊണ്ട് മാത്രം ആ എക്സാം ക്ലിയർ ആവുന്നത്. ഈവൻ നല്ല ലാംഗ്വേജ് സംസാരിക്കുന്നവർക്ക് പോലും ആ ഇംഗ്ലീഷ് പേപ്പറിന് മാർക്ക് കുറയുന്നുണ്ട്. സോ വെദർ യു നോ വെരി വെൽ ടു സ്പീക്ക് ഓർ നോട്ട് ഇസ് നോട്ട് ദ കൺസേൺ. നമുക്ക് ആ ലാംഗ്വേജ് ഉപയോഗിക്കേണ്ടടുത്ത് എങ്ങനെ ഉപയോഗിക്കണം, ആ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം, ദിസ് ഇസ് ദ ഓൺലി തിങ്.
പേപ്പർ വായിക്കും. ഞാൻ ഭയങ്കര ഒരു ആർഡൻ റീഡർ ഒന്നും അല്ല, പക്ഷെ ഡെഫിനറ്റ്ലി പിന്നെ പിന്നെ പേപ്പർ വായിക്കേണ്ടത് വക്കീലെന്ന നിലയ്ക്ക് ഞാനത് പറയുന്നത് തന്നെ തെറ്റാണല്ലോ, പേപ്പർ വായിക്കാതിരിക്കൽ എന്ന് പറയുന്നത്. പക്ഷെ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് പേപ്പർ അധികം വായിക്കാതിരിക്കുന്നതായിരിക്കും പലതിനും നല്ലത്. എന്നിരുന്നാൽ പോലും എല്ലാവരും സാമൂഹ്യ ജീവിയാണെന്നുള്ള സമൂഹത്തിലെ പ്രശ്നങ്ങൾ എൻ്റെ അത് കൂടിയാണെന്നുള്ള ാണ് ഓരോ വിജയങ്ങളും ഉണ്ടാകുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള ഡോക്ടർ പി ബി സലീമിന്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ഒരു അധ്വാനം കൊണ്ടാണ് 2 IAS ആളുകൾ ആ കുടുംബത്തിൽ നിന്നുണ്ടായത്. അതുപോലെ സിതാര ശംസുദ്ദീന്റെ വിജയത്തിന്റെ പിന്നിലുള്ള മുഖ്യ ഘടകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവും മാതാവും, അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ മുഹമ്മദ് സാറ്. എല്ലാത്തിനുപരിയായിട്ട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയേണ്ട ഒരാളാണ് ശ്രീ ശംസുദ്ദീൻ എന്ന അദ്ദേഹത്തിന്റെ പിതാവ്. കാരണം ഔദ്യോഗിക ജീവിതത്തിൽ വളരെ മാതൃകാപരമായി സത്യസന്ധമായി തൻ്റെ കരിയർ പൂർണ്ണമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ആ ഒരു ഇൻസ്പിറേഷൻ സിതാരയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വീണ്ടും കടമെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് സിതാരയെ ഈ ലീഗൽ മേഖലയിലേക്ക് നയിച്ചത് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. നമുക്ക് ഈ കുടുംബത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം. വൈഫിന് ജോലി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു. ജോലിക്ക് പോകണോ വേണ്ടെന്ന് അവരുടെ അടുത്ത് ചോദിച്ചു. മക്കൾ 3 പേരാണ്. ഞാൻ തിരുവനന്തപുരത്താണ് എനിക്ക് ജോലി ഉണ്ടായിരുന്നത്. ആ സമയത്ത് മക്കളെ നോക്കി നിൽക്കുമല്ലേ ഉത്തമമെന്ന് ചോദിച്ചു. അവളുടെ അന്നത്തെ ആ തീരുമാനത്തിൻ്റെ ഒരു ഗുണമായിരിക്കും. മകൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുള്ളൊരു സമാധാനമുണ്ട്. അതായത് അവരുടെ എഡ്യൂക്കേഷൻ്റെ എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാതെ തന്നെ അവർക്ക് വേണ്ടിയിട്ട്, അതായത് 4 വയസ്സിൽ തന്നെ UKG ചേർത്തു. അത്രയും വേറെ ക്ലാസ്സിൽ പോകാതെ തന്നെ. പക്ഷെ അന്നൊക്കെ നല്ല ടൈറ്റിലാണ് അവളെ പഠിപ്പിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ സെൻറ്റൻസുകളല്ലേ. അപ്പോൾ നമ്മൾ ശരിക്കും ഹാർഡ് വർക്ക് നമ്മളും ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മൊത്തം എടുത്തേക്കുന്നത് ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ ഒരു നല്ല നിലയിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.